എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 125, 126 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഇന്ദ്രവജ്ര വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങളുടെ വർണ്ണനയാണ്. നമുക്കാദ്യം 125ാമത്തെ ശ്ലോകം നോക്കാം. നീതേഷു ഭംഗം ദിശി വിദ്രുതേഷു ഭൂപേഷു ചേദീശ പുരോഗമേഷു ആദായ ഹസ്ത്യശ്വരധാദിതേഷാം കൃഷ്ണം ബലഃ പ്രാരഭതാനുസർത്തും. യുദ്ധത്തിൻ്റെ അവസാന ഘട്ടങ്ങളൊക്കെയാണ് പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നീതേഷു ഭംഗം ദിശി വിദ്രുതേഷു ഭൂപേഷു ചേദീശ പുരോഗമേഷു ആദായ ഹസ്ത്യശ്വരഥാദി തേഷാം കൃഷ്ണം ബലഃ പ്രാരഭത അനുസർത്തും. സത്യത്തിൽ അവസാനത്തെ ഒരു വാക്ക് മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. എന്താണ് ഉണ്ടായത്? യുദ്ധത്തിൽ തൻ്റെ കൺമുമ്പിൽപ്പെട്ടവരെയൊക്കെ വധിച്ചു ബലരാമനും ശ്രീകൃഷ്ണനും എന്നൊക്കെ പറഞ്ഞു. എന്നാലും വധിക്കാത്തതായിട്ടുള്ള കുറേ സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് പറയണത്. ചേദീശ പുരോഗമേഷു ഭൂപേഷു ഭംഗം നീതേഷു. ചേദീശൻ എന്ന് പറഞ്ഞാൽ ശിശുപാലനാണ്. ശിശുപാലൻ മുതലായിട്ടുള്ള മുൻപന്മാരായിട്ടുള്ള രാജാക്കന്മാർ, അതാണ് ചേദീശ പുരോഗമേഷു ഭൂപേഷു. ഈ സൈന്യങ്ങളെ മുഴുവനും നയിച്ച് ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരിൽ പ്രമുഖനായിരുന്നു ശിശുപാലൻ. ശിശുപാലനാണല്ലോ ഏറ്റവും ആവശ്യം. ഈ രുക്മിണിയെ തട്ടിക്കൊണ്ടുപോകണം എന്നുള്ള മോഹം ശിശുപാലനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തിൻ്റെ മുൻപനും ശിശുപാലനായിരുന്നു. ആ ശിശുപാലൻ പോലെയുള്ളവർ, ശിശുപാലൻ അടക്കമുള്ള രാജാക്കന്മാർ ഭൂപേഷു ഭംഗം നീതേഷു. ഭംഗം എന്ന് പറഞ്ഞാൽ പരാജയം എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ തോറ്റിട്ട് ഭംഗം നീതേഷു ദിശി വിദ്രുതേഷു. തോറ്റാൽ പിന്നെ എന്താ ഉണ്ടാവുക? അവരവരുടെ നാട്ടിലേക്ക് ഓടിപ്പോവും, അല്ലെങ്കിൽ ദിക്കുകളിലേക്ക് പരന്ന് ഓടിപ്പോവും. എവിടേക്കാണോ ഓടേണ്ടത് എന്നുള്ളതൊന്നും നിശ്ചയമില്ല എങ്കിൽ രക്ഷ എവിടെയാണോ കിട്ടുക അവിടേക്ക് ഓടിപ്പോവും. അതാണ് സംഭവിച്ചത്. അതാണ് ദിശി വിദ്രുതേഷു. ദിക്കുകളിലേക്കൊക്കെ വ്യാപിച്ച് ഓടിപ്പോയപ്പോൾ എവിടെയാണോ രക്ഷ കിട്ടുക അവിടേക്കൊക്കെ കണ്ട ദിക്കിലേക്കൊക്കെ ഓടിപ്പോയി രാജാക്കന്മാർ മുഴുവനും തന്നെ. അപ്പോൾ അവരവരുടെ രക്ഷ മാത്രമേ നോക്കിയുള്ളൂ. ഓരോ രാജാക്കന്മാരും ഓടിപ്പോവുകയും ചെയ്തു. അതാണ് ദിശി വിദ്രുതേഷു. അപ്പം എന്താ ഈ ബാക്കി? തേഷാം, ആ രാജാക്കന്മാരുടെയൊക്കെ ഹസ്തി അശ്വരഥാദി. ഹസ്തി അശ്വം രഥം മുതലായവ. ഹസ്തി ആന, അശ്വം കുതിര, രഥം തന്നെ മുതലായവ എന്ന് പറയുന്നത് കൊണ്ട് കാലാളടക്കമുണ്ട്. നടന്ന് യുദ്ധം ചെയ്യുന്ന സൈനികർ, അവരെയൊക്കെ തന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ടാണ് അവർ പേടിച്ചോടിപ്പോയത്. അവരുടെ രക്ഷയൊന്നും നോക്കിയില്ല. താങ്കളുടെ രക്ഷ നോക്കിയിട്ട് ഓരോ രാജാക്കന്മാരും ഓടിപ്പോയപ്പോൾ ഈ രാജാക്കന്മാർ കൊണ്ടുവന്നതായിട്ടുള്ള സൈന്യങ്ങളൊക്കെ അവിടെ അവശേഷിച്ചു. ഹസ്ത്യശ്വരധാദി ആദായ, ആ സൈന്യങ്ങളെയൊക്കെ തന്നെ കൂട്ടിയിട്ട് തൻ്റെ പക്ഷത്തിലേക്ക് ചേർത്തിട്ട് ബലഃ കൃഷ്ണം അനുസർത്തും പ്രാരഭത. ബല എന്ന് പറഞ്ഞാൽ ബലരാമൻ കൃഷ്ണനെ, ശ്രീകൃഷ്ണൻ നേരെ ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടിരുന്നല്ലോ, അങ്ങനെ ശ്രീകൃഷ്ണൻ്റെ കൂടെ തന്നെ പോകാനായിട്ട് ആരംഭിച്ചു. ബാക്കി വന്ന സൈന്യങ്ങൾ, ഈ യുദ്ധം ചെയ്ത ഭൂമിയിൽ ബാക്കി വന്നവരെയൊക്കെ തൻ്റെ കൂടെ കൂട്ടിയിട്ട് എല്ലാവരോടും, ചിലരൊന്നും കൂടാൻ സമ്മതിച്ചില്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ട്, അതാണ് ബല എന്നുള്ള വാക്ക് തന്നെ അവിടെ പറഞ്ഞത്. ബലരാമൻ തൻ്റെ ശക്തി കൊണ്ട് അവരെയൊക്കെ കൂട്ടത്തിൽ കൂട്ടിയിട്ട്, തൻ്റെ സൈന്യങ്ങളെ, യാദവന്മാർ കുറേ പേരുണ്ട്, അവരുടെ കൂടെ കൂട്ടിയിട്ട് നേരെ ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെട്ടു. ശ്രീകൃഷ്ണൻ്റെ ഒപ്പം തന്നെ, പിന്നാലെ തന്നെ ശ്രീകൃഷ്ണനും രുക്മിണിയും മുമ്പിൽ പോണു. പിന്നാലെ ബലരാമനും യാദവന്മാരുടെ സൈന്യവും അതുപോലെ തന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കിട്ടിയ സൈന്യങ്ങളും അവരെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ദ്വാരകയിലേക്ക് പോകാൻ ആരംഭിച്ചു എന്നർത്ഥം. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. മാത്വം കൃഥാ മാനുഷമാത്ര ബുദ്ധിം കൃഷ്ണേ തവാലം സുതസാഹസേന പിത്രേതിരുദ്ധോപിയയൗ നഗര്യാ രുക്മീരഥൈർമാരുതശീഘ്രവാഹൈ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. മാ ത്വം കൃഥാ മാനുഷമാത്ര ബുദ്ധിം കൃഷ്ണേ തവ അലം സുത സാഹസേന പിത്രാ ഇതി രുദ്ധ അഭി യയൗ നഗര്യാഃ രുക്മീ രഥൈഃ
മാരുത ശീഘ്രവാഹൈ. ഇവിടെ മറ്റ് രാജാക്കന്മാരൊക്കെ തിരിച്ചുപോയി എന്ന് പറഞ്ഞു. രുക്മി യുദ്ധത്തിനായിട്ട് വന്നിരുന്നില്ല. രുക്മിയുടെ സൈന്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രുക്മി പെട്ടെന്നാണ് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. അതാണ് ഇവിടെ പറയണത്. സുത അങ്ങനെ പുറപ്പെട്ടപ്പോൾ അച്ഛൻ ഭീഷ്മ മഹാരാജാവ് പറഞ്ഞ വാക്യങ്ങളാണ് ഇവിടെ പറയണത്. സുത പുത്ര തവ സാഹസേന അലം, നിന്റെ സാഹസം കൊണ്ടൊരു പ്രയോജനവും ഇല്ല. സാഹസേന അലം, അലമിത്യസ്യോഗേ തൃതീയ, അതുകൊണ്ട് പോരാ. നിന്റെ സാഹസം കൊണ്ടൊന്നും നടക്കാൻ പോണില്ല. നീ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് കേട്ടോ. സഹസാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സഹസാകൃതം പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതിനെയാണ് സാഹസം എന്ന് പറയുന്നത്. സഹസാ വിദധീത നക്രിയാം അവിവേക പരമാപദം പദം എന്ന് ഭാരവി പറഞ്ഞിട്ടുണ്ട് കിരാതാർജുനീയത്തിൽ. എടുത്തു ചാടിയിട്ട് ഒന്നും ചെയ്യരുത്. അത് വലിയ ആ അവിവേകം, എടുത്തു ചാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള അവിവേകമുണ്ടല്ലോ, അത് എല്ലാ അബദ്ധങ്ങളെയും വിളിച്ചു കൊണ്ടുവരും. പരമാപദം പദം, ആപത്തുകളുടെ പരമമായിട്ടുള്ള പദമാണ് അവിവേകം. അതുകൊണ്ട് എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത്. നീ ഇപ്പം എന്തിനാ പുറപ്പെടണത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനൊന്നും നീ തുനിയരുത് എന്ന് അച്ഛൻ നിയന്ത്രിക്കുകയാണ്, ശാസിക്കുകയാണ്. തവ സാഹസേനാലം, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണതെന്നാണെങ്കിൽ, കൃഷ്ണേ മാനുഷമാത്ര ബുദ്ധിം മാ ത്വം കൃഥാഹ. രുക്മി, നീ ശ്രീകൃഷ്ണനോടുള്ള നിൻ്റെ ആ ഒരു സമീപനം മാറ്റണം. കൃഷ്ണൻ വെറും ഒരു മനുഷ്യനാണ് എന്ന് നീ വിചാരിക്കരുത്. അതാണ് കൃഷ്ണേ, കൃഷ്ണനിൽ മാനുഷമാത്ര ബുദ്ധിം, മാനുഷനാണ് എന്നുള്ള ഒരു ബുദ്ധി, അതായത് ഇത് വെറും ഒരു മനുഷ്യനാണ്, തോന്നിയതൊക്കെ കാട്ടി നടക്കുന്നവനായിട്ടുള്ള ഒരാൾ എന്നുള്ള വിചാരം നീ ഉപേക്ഷിച്ചോളൂ. മാനുഷമാത്ര ബുദ്ധിം മാ ത്വം കൃഥാഹ, നീ അങ്ങനെ വിചാരിക്കരുത്. കൃഷ്ണൻ ഒരു സാധാരണക്കാരനല്ല കേട്ടോ, സാധാരണ ഒരു മനുഷ്യനല്ല എന്ന് അച്ഛൻ ശാസിച്ചു. മാ കൃഥാഹ, നീ അങ്ങനെ വിചാരിക്കരുത്, നീ അങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ ഇപ്രകാരമൊക്കെ പിത്രാരുദ്ധ അഭി, പിതാവിനാൽ, അച്ഛൻ മാത്രമാവില്ല അമ്മയും പറഞ്ഞിട്ടുണ്ടാവും, അച്ഛനമ്മമാരാൽ രുദ്ധ തടഞ്ഞു, കൈമ പിടിച്ചിട്ട് പോവരുത്, നീ ഇപ്പോൾ എടുത്തു ചാടിയിട്ടൊന്നും ചെയ്യരുത് എന്ന് നിയന്ത്രിച്ചിട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രായമായിട്ടുള്ള വൃദ്ധന്മാരായിട്ടുള്ള അച്ഛനമ്മമാരെയൊക്കെ തഴഞ്ഞ് കൈയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തള്ളി മാറ്റിയിട്ട് ചെറുപ്പത്തിൻ്റെ അഹങ്കാരത്തോട് കൂടിയിട്ട് രുക്മി എന്താ ചെയ്തത്? രുദ്ധ അഭി രുക്മി, തടയപ്പെട്ടു എങ്കിലും ആ ഒരു പ്രവൃത്തിയിലേക്ക് പോവണ്ട എന്ന് വാക്കുകളെ കൊണ്ട് പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചു എങ്കിൽ പോലും രുക്മി, രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മി മാരുത ശീഘ്രവാഹൈഹി രഥൈഹി നഗര്യാഹ യയൗ, ഒറ്റയ്ക്കല്ല പോയത്, കുറേയധികം രഥങ്ങളെ കൂട്ടിയിട്ട്, രഥൈഹി രഥങ്ങളാൽ കുറേ സൈന്യങ്ങളെ വീണ്ടും കൂട്ടത്തിൽ കൂട്ടി. എങ്ങനെയുള്ളതായിരുന്നു സൈന്യം? പ്രത്യേകിച്ച് രഥങ്ങളെ പറ്റി പറയാണ്. മാരുത ശീഘ്രവാഹൈഹി, മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റിൻ്റെ അത്രയ്ക്ക്, കാറ്റിനോളം വേഗതയുള്ളതായ രഥൈഹി, അതാണ് മാരുത ശീഘ്രവാഹൈഹി രഥൈഹി. മാരുതനോളം വേഗത്തിൽ ഓടാൻ കഴിയുന്ന വാഹങ്ങൾ കുതിരകളോട് കൂടിയതായ രഥൈഹി, ഒന്നോ രണ്ടോ എന്നല്ല അനവധി രഥങ്ങളെ നയിച്ചുകൊണ്ട്, മുമ്പിലൊരു രഥത്തിൽ രുക്മി പോയിട്ടുണ്ടാവും, തൊട്ടു പിന്നാലെ രഥങ്ങളിൽ ധാരാളം സൈനികരോട് വരാൻ പറഞ്ഞുകൊണ്ട് രുക്മി നഗര്യാഹ, കുണ്ടിനപുരത്തിൽ നിന്നും പുറത്തേക്ക് യയൗ പോയി. അതായത് എവിടെയാണോ യുദ്ധം നടക്കുന്നത്, ദ്വാരകയിലേക്ക് പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞുവല്ലോ, ഇനി ശ്രീകൃഷ്ണനെ കണ്ട് തോൽപ്പിച്ചിട്ട് തൻ്റെ സഹോദരിയെയും കൊണ്ട് മടങ്ങി വരും, താൻ അങ്ങനെ വരുള്ളൂ എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് രുക്മി. കുറേയധികം രഥത്തിൽ കുറേ സൈനികർ, അങ്ങനെ ബലത്തോട് കൂടിയിട്ട് അച്ഛനമ്മമാർ പറഞ്ഞതൊന്നും കേൾക്കാതെ വളരെ വേഗത്തിൽ രുക്മി കൊട്ടാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ തൻ്റെ രാജധാനിയിൽ നിന്ന്, കുണ്ടിന രാജ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നു എന്നർത്ഥം. ഇനി ബാക്കിയൊക്കെ എന്താണ് സംഭവിക്കാൻ പോണതെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. ഇന്നത്തെ ഈ 2 ശ്ലോകങ്ങളും നമുക്കൊന്ന് ചൊല്ലി നോക്കാം. നീതേഷു ഭംഗം ദിശി വിദ്രുതേഷു ഭൂപേഷു ചേദീശ പുരോഗമേഷു ആദായ ഹസ്ത്യശ്വരഥാദിതേഷാം കൃഷ്ണം ബലഃ പ്രാരഭദാനുസർത്തും
മാത്വം കൃഥാമാനുഷമാത്രബുദ്ധിം കൃഷ്ണേ തവാലം സുതസാഹസേന പിത്രേതിരുദ്ധോപി യയൗ നഗര്യാ രുക്മീരഥൈർമാരുതശീഘ്രവാഹൈ. ഇനി ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.